പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 ഒക്ടോബർ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ കരം പിടിച്ച് നടത്തിയ കർത്താവ് ഇന്നും വരും ദിനങ്ങളിലും നടത്തുവാൻ വിശ്വസ്തനായിരിക്കാൻ നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് പ്രോമിസ് വേഴ്സായി ലഭിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. 2 Thessalonians chapter 2 verses 15 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. തെസ്സലോനിക്ക സഭയ്ക്ക് രണ്ടാമത് എഴുതുന്ന കത്താണ് 2 Thessalonians എന്ന നാമധേയത്തിൽ വിശുദ്ധ വചനത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അവരോട് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഉറച്ചു നിൽക്കുക അഥവാ യഥാസ്ഥാനം ഇടുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും നമ്മെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിൽ നിന്നും വ്യതിചലിക്കുവാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും. അങ്ങനെ വിശ്വാസ സംബന്ധമായി, അനുദിന ജീവിത സംബന്ധമായി, ഉപദേശ സംബന്ധമായി, പ്രമാണ സംബന്ധമായി പലപ്പോഴും മനുഷ്യൻ ഓരോ ചിന്തകൾക്ക് അടിമപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൗലോസ് വ്യക്തമായി പറയുക, നിങ്ങൾ ഉറച്ചു നിൽക്കണം. അത് എങ്ങനെയാണ് ഉറച്ചു നിൽക്കേണ്ടത്? ഞങ്ങൾ നിങ്ങൾക്ക് വാക്കിനാലോ ലേഖനത്താലോ നൽകിയ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം. പ്രിയ ദൈവജനമേ, നമുക്ക് ഒരു പ്രമാണമുണ്ട്, നമുക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ആ പ്രമാണത്തിനനുസരിച്ചായിരിക്കണം ഒരു ദൈവ പൈതൽ ഓരോ ചുവടും വെക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണവും അനുഗ്രഹപൂർണമായി തീരുന്നത്. പലപ്പോഴും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലും ആയിത്തീരുവാൻ കാരണം നമുക്ക് പോകുവാനുള്ള ട്രാക്ക് വിട്ട് നാം ജീവിക്കുമ്പോഴാണ്. നമ്മുടെ പ്രമാണങ്ങളെ നാം കാറ്റിപ്പറത്തി നമ്മുടെ ഇഷ്ടാനുസരണം പ്രമാണങ്ങളെ വളച്ചൊടിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറി വരുന്നത്. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അനുദിന സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നാം ഈ ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. എന്നിട്ട് അവയിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് അനുദിന ജീവിതം യേശു ക്രിസ്തുവിൽ വേരൂന്നി വളർന്ന് ഉയരത്തിൽ ഫലം കൊടുക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി തീരണമെന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതിന് വിപരീതമായി എവിടെയെങ്കിലും വിശ്വാസപരമായിട്ടോ ആത്മീയപരമായിട്ടോ ചാഞ്ചാട്ടം സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ പ്രഭാത വചനം കേൾക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ താങ്കളെ മടങ്ങി വിളിക്കുകയാണ്. താങ്കൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് പ്രമാണങ്ങളെ അനുസരിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിൽ വേരൂന്നുക, വളരുക, ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കുക. ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതാണ് നാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ പകലിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളും ഉറച്ചു നിൽക്കുന്നവരാണോ? എന്തെല്ലാം പരിശോധനകളും കഷ്ടതകളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നാലും ഞാൻ നിങ്ങളും
വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവകൃപയുടെ പൂർത്തീകരണത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണോ? അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസ പ്രമാണങ്ങളെ മാറ്റുകയും ആടി ഉലയുകയും ചെയ്തുക ഒരു സംശയാലുവിനെ പോലെ ഓടി നടക്കുകയാണോ? ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ ഉറപ്പിക്കാം. കർത്താവേ, ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും അങ്ങയുടെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ, അവയിൽ വിശ്വസിച്ച് അവയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാനുള്ള പുത്തൻ കൃപ ഈ പകൽ എനിക്ക് നൽകണമേ. ഒരുപക്ഷെ എന്റെ കൂട്ടുകാരോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരോ പലപ്പോഴും പലവിധ ഉപദേശങ്ങളും ദുരുപദേശങ്ങളും എന്നിലേക്ക് പകർന്നു തരുമ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അനുദിനം ക്രിസ്തുവിൽ വളരുവാൻ, ആ വളർച്ച നിത്യതയിൽ എത്തിച്ചേരുവാൻ ഇടയാകേണ്ടതിനായി നമ്മളെ തന്നെ ഈ പകൽ നമുക്ക് സമർപ്പിക്കാം. ആകയാൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ കുറവശങ്ങളെ തമ്പുരാന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് പ്രമാണങ്ങളെ മുറുകെ പിടിക്കാം. മറ്റേതിലെങ്കിലും ഓടിപ്പോയവരുണ്ടെങ്കിൽ, പ്രമാണങ്ങളെ വിട്ടുകളഞ്ഞവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിച്ച സമയത്ത്, താങ്കൾ പ്രതീക്ഷിച്ച സമയത്ത്, താങ്കൾ ആഗ്രഹിച്ച പല കാര്യങ്ങളുടെയും മറുപടി, ഉത്തരം, കാര്യസാധ്യം എന്നിവ നടക്കാത്തത് കൊണ്ട് പ്രമാണത്തെ എറിഞ്ഞു കളഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് തന്നെ തന്നെ ക്രമീകരിച്ച ഓടിപ്പോയവർ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന, കൃത്യസമയത്ത് വേണ്ടതനുസരിച്ച് ചെയ്യുന്ന ദൈവമാകിയാൽ ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അങ്ങനെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രമാണങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുവാനും അവ മുറുകെ പിടിക്കുവാനും മരണത്തോളം പ്രയാണത്യാഗത്തോളം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് അവരവരെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് അടുത്തു വരാം. അങ്ങനെ നാം വിശ്വാസം ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സകല കാര്യാദികളിലും, സകല വ്യവഹാരങ്ങളിലും, സകല നിയമകാര്യങ്ങളിലും, ആരോഗ്യകാര്യങ്ങളിലും, സാമ്പത്തിക കാര്യങ്ങളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ധന്യതയോടെ, അനുഗ്രഹത്തോടെ യഹോവ എനിക്ക് വലിയവ ചെയ്തുവെന്ന് സാക്ഷിക്കുന്ന ഒരു ധന്യമേറിയ ദിനമായി തീരുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. താങ്കളത് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനാപൂർവം ദൈവസ്ഥലിലേക്ക് മടങ്ങി വരിക. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞകാല ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ മുറുകെ പിടിക്കാതെ, അങ്ങയിൽ ഉറച്ചു നിൽക്കാതെ, സ്വന്തം കഴിവിലും ബുദ്ധിയിലും മറ്റുള്ളവരുടെ പ്രേരണയിലും ഞങ്ങൾ അങ്ങയെ വിട്ടുപോയി. ആ കുറവുകൾ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഇതാ ഞങ്ങൾ മടങ്ങി വരുന്നു. അവിടെ ഞങ്ങളെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും അങ്ങയുടെ മകനും മകളുമാക്കി തീർക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള വിശ്വാസത്തോടെ ഇതാ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാൽവെപ്പുകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങൾ പോകുന്ന മേഖലകളൊക്കെ ദൈവകൃപയോട് വിജയം പ്രാപിച്ച് മടങ്ങി വന്ന് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു. അവിടുത്തെ നാമം പരിശുദ്ധമെന്ന് വാഴ്ത്തുന്ന ഒരു ധന്യദിനമായി തീരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ നിലയിൽ ഞങ്ങളെ കാണുന്നവരും ഞങ്ങളിൽ കൂടെ യേശുവിനെ കാണുവാൻ, ദൈവനാമം ഉയർത്തപ്പെടുവാൻ ഇടയാകണമെന്ന് യേശു മശിഹയിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നിർത്തുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് us all.